പ്രിയപ്പെട്ടവരെ, ഈ ഫോട്ടോയിൽ കാണുന്ന ഈ മനുഷ്യജീവി ആരാണ് എന്ന് നിങ്ങൾക്കറിയുമോ? ഇസ്രയേലിന്റെ കോട്ട കൊത്തളങ്ങളെയെല്ലാം ഞെട്ടിച്ചു കടഞ്ഞ ഹമാസിന്റെ ധീരമായ പോരാളിയും അവരുടെ സൈനിക സ്പോക്സ്മാനുമായിരുന്ന അബു ഉബൈദ. അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നതിന്റെ പേരിൽ അള്ളാഹുവിന് വേണ്ടി നന്ദി കാണിച്ചുകൊണ്ട് ഞാൻ സുജൂദ് ചെയ്യുന്നു, ശുക്രിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന് ഒരു വീഡിയോയിൽ വന്ന് പരസ്യമായി പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഇദ്ദേഹം ഒരു സൗദി അറേബ്യയിലുള്ള ഒരു തീവ്ര സലഫി ആശയക്കാരനായ ഒരു വഹാബി പണ്ഡിതനാണ്. മാത്രമല്ല, ഇസ്രയേലിന് അനുകൂലമായി ചാരപ്പണി എടുക്കുന്ന ആളുകളെ ഇപ്പോൾ ഹമാസ് വകവരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സൗദി അറേബ്യയുടെ ചാനലായ അൽ അറബിയ എന്നറിയപ്പെടുന്ന ആ ചാനലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെയും ഈ ഇനത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. കാരണം അവരെ പല ആളുകളെയും ബോംബിലൂടെയും മറ്റും കൊല ചെയ്യപ്പെടുമ്പോൾ അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ആ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുമ്പോൾ ഈ ചാനലിന്റെ ആളുകൾ ഉണ്ട് എന്ന വാർത്തയാണ്, അല്ലെങ്കിൽ ആ കാര്യമാണ് ഹമാസ് അതിന് പ്രധാനമായും മുന്നോട്ട് പറഞ്ഞിട്ടുള്ള കാര്യം. ഫലസ്തീനിലുള്ള വിമോചന പ്രസ്ഥാനങ്ങളുടെ ആളുകൾ എവിടെയെല്ലാം ആണ് ഉള്ളത് എന്നുള്ള രഹസ്യമായ വിവരങ്ങളൊക്കെ ഇത്തരം ആളുകൾ ചോർത്തി കൊടുക്കുന്നു എന്നതൊക്കെ ഇതിന് കാരണമായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി ഈ വഹാബി അല്ലെങ്കിൽ സലഫി ലോകത്ത് നിന്ന് ഹമാസിനെതിരെയും അതുപോലെ ഫലസ്തീനിൽ പോരാടുന്ന വിമോചന പ്രസ്ഥാനങ്ങൾക്കെതിരെയും നിരന്തരമായ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണമെന്ന് നമുക്കറിയില്ല. ഫലസ്തീനിൽ ഇസ്രയേൽ നരനായാട്ട് ആരംഭിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ഒരു സലഫി തീവ്ര പണ്ഡിതനായി അറിയപ്പെടുന്ന ചുയലി അദ്ദേഹം പറഞ്ഞത്, ഇസ്രയേലിന്റെ സൈനികർ ഗസയിലെല്ലാം നരങ്ങിയാലും ഒരിക്കലും ഹമാസിന് ഭരണം കിട്ടരുത് എന്നാണ്. സമാനമായ പ്രസ്താവനകളാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും സലഫികളായ ആളുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ലോകത്തൊക്കെയുള്ള സലഫികളും ഈ ഒരു രീതിയിൽ തന്നെ പ്രസ്താവന നടത്തുന്നു എന്നതിന് നമുക്ക് ഒരു ഉത്തരമേ കാണാൻ സാധിക്കുകയുള്ളൂ. ലോകത്ത് എവിടെയായാലും വഹാബി തന്നെയാണ്, സലഫി തന്നെയാണ്. ഞാൻ ഒരു പ്രസ്ഥാനത്തെയോ ഒരു ആശയധാരയോ വിമർശിച്ചുകൊണ്ട് പറയുകയല്ല. പക്ഷെ ഈ ഒരു വസ്തുത നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകത്ത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ നേരിട്ട വലിയൊരു വെല്ലുവിളി, വലിയൊരു പ്രതിസന്ധി തീവ്രവാദമാണ്. അതായത് IS, അൽ-ഖായിദ തുടങ്ങിയിട്ടുള്ള തീവ്രവാദ സംഘങ്ങളാണ്. എന്നാൽ ഈ സംഘങ്ങളെ ഒക്കെ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ സലഫി വിഭാഗങ്ങളാണ്. എങ്ങനെയാണ് ഇവരൊക്കെ സലഫി വിഭാഗങ്ങളായത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. മാത്രമല്ല, ഈ കറക്ക് കമ്പനികളൊക്കെ വരുന്നതും മുസ്ലിം രാഷ്ട്രങ്ങളിൽ തന്നെയാണ്. ആ മുസ്ലിം രാഷ്ട്രങ്ങളിൽ തന്നെ അമേരിക്കയും ഇസ്രയേലും വളർച്ച ഭയപ്പെടുന്ന രാഷ്ട്രങ്ങളിലാണ് എന്ന് കാണാൻ സാധിക്കും. നമുക്കറിയാം ഇറാഖ്, സിറിയ, അതുപോലെ തന്നെ ലിബിയ, യമൻ, ഈ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങളിലാണ് ഇത്തരം കറക്ക് കമ്പനികൾ വളരുന്നത്. അപ്പോൾ ആരായിരിക്കണം ഇതിന്റെ പിന്നിലുള്ളത്? അത് അവർ തന്നെ പരസ്യമായി പറഞ്ഞു. IS ഉണ്ടാക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഒബാമയും ഹിലാരി ക്ലിന്റണും ഒക്കെയാണ് എന്ന് ട്രംപ് പരസ്യമായി പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് സിറിയയിലും ലിബിയയിലും ഇറാഖിലുമൊക്കെ ഈ സംഘങ്ങളെ കൊണ്ടുവരുന്നത്? കാരണം ഇറാനെ പോലെ വേറെയും കുറെ രാഷ്ട്രങ്ങൾ വളർന്നാൽ അത് ഇസ്രായേലിന്റെ ഗ്രേറ്റ് ഇസ്രായേൽ എന്നറിയപ്പെടുന്ന വലിയ ഇസ്രായേൽ സ്ഥാപിക്കാൻ കഴിയുകയില്ല. കാരണം വലിയ ശക്തികൾ അവിടെ പ്രതിരോധം സൃഷ്ടിക്കും. എന്നാൽ ആ ശക്തികളെല്ലാം ഉള്ളിൽ നിന്ന് കലാപം സൃഷ്ടിച്ച് സാമ്പത്തികമായി ഒന്നുമില്ലാതാക്കുക, അതിന്റെ പ്രതിരോധം തകർക്കുക, അവർക്ക് ഏതെങ്കിലും രീതിയിൽ ആണവായുധങ്ങളിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ എല്ലാം തരിപ്പണമാക്കുക. ഇതൊക്കെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പദ്ധതി. അതിനുവേണ്ടി അവരുടെ ചാര സംഘടനയാണ് ഈ സംഘങ്ങളെയെല്ലാം, അൽ-ഖായിദയാണെങ്കിലും IS ആണെങ്കിലും ഈ രണ്ട് സംഘങ്ങളെയും നിർമ്മിച്ചത് അവരാണ് എന്ന് പരസ്യമായി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു. ഇനി നമ്മൾ നിഷേധിക്കുന്നതിന് അർത്ഥമില്ല. ഇനി ആഫ്രിക്കയിലുള്ള ബോക്കോ ഹറം ആണെങ്കിലും അൻസാറുള്ളയാണെങ്കിലും ഇതൊക്കെ വഹാബികളാണ്. അവിടെയൊക്കെ ആ രാഷ്ട്രങ്ങളിലൊക്കെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഈ സംഘങ്ങൾ തന്നെയാണ്. ഇവർ ഇസ്ലാമിക ശത്രുക്കളോടൊപ്പം ചേർന്ന് എന്താണ് ഇസ്ലാമിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കറിയാം, സിറിയയിൽ IS പ്രവർത്തിക്കുമ്പോൾ അഹ്ലുസുന്നയാണ് എന്ന് വിചാരിച്ച് സാധാരണക്കാരായ പല ആളുകളും അതിന്റെ പിന്നിൽ തോക്കും പിടിച്ച് നടക്കുന്നുണ്ട്. അവർക്ക് ഇതിന്റെ നേതൃത്വം ആരാണ് അവരെ ഈ വഴിയിലേക്ക് എത്തിച്ചത്? ഇത് ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്? അതൊന്നും ഈ വരുന്ന സംഘങ്ങൾക്കോ അനുയായികൾക്കോ അറിയില്ല. അതിന്റെ ലീഡർമാരുമായുള്ള ഡീലർഷിപ്പാണ് എന്ന കാര്യം അവരറിയാതെ പോവുകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സലഫികളുടെ ഐഡിയോളജി വെച്ച് നോക്കുമ്പോൾ അവസാനം ദജ്ജാൽ വരുന്ന സമയത്ത് ദജ്ജാലിന്റെ അനുയായികളായി പ്രത്യക്ഷപ്പെടുന്നത് ഇവരായിരിക്കും. അതിന് കാരണം ആദർശപരമായിട്ടും അവർക്ക് വലിയൊരു യോജിപ്പുണ്ട്. അഭൗതിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നവൻ അള്ളാഹുവാണ്. അഭൗതിക കാര്യങ്ങൾ മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. അത് അള്ളാഹുവിന്റെ ഗുണമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് വഹാബികൾ, സലഫി ആശയക്കാർ.
യഥാർത്ഥത്തിൽ ദജ്ജാൽ വരുന്ന സമയത്ത് അഭൗതികമായ പലതും ചെയ്യുമെന്ന് ഹദീസിലുണ്ട്. മഴ വർഷിപ്പിക്കും, മരണപ്പെട്ടവരെ ജീവിപ്പിക്കും. ഇതൊക്കെ അഭൗതിക കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഗുണമാണ്. അതൊരു സൃഷ്ടിയിൽ ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അത് കണ്ടു കഴിഞ്ഞാൽ അത് അല്ലാഹുവിന്റെ ഗുണമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് ദജ്ജാലിന്റെ പിന്നാലെ പോകും. കാരണം മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് അല്ലാഹുവിന്റെ സൃഷ്ടാവിന്റെ ഗുണമാണ്. ആ സൃഷ്ടാവിന്റെ ഗുണം മറ്റാർക്കും ഉണ്ടാകാൻ പാടില്ല. ദജ്ജാലിന് അത് ഉണ്ട് എങ്കിൽ സൃഷ്ടാവിന്റെ ഗുണമാണ്, ദജ്ജാൽ സൃഷ്ടാവാണ് എന്ന് പറഞ്ഞ് അതിന് അംഗീകരിക്കേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടാവിന്റെ ഗുണങ്ങളും സൃഷ്ടികളുടെ ഗുണങ്ങളും വ്യത്യാസപ്പെടുന്നത്, ഉദാഹരണത്തിന് പറഞ്ഞാൽ അള്ളാഹു കഴിവുള്ളവനാണ്, സൃഷ്ടികൾ നമ്മളൊക്കെ കഴിവുള്ളവരാണ്. പക്ഷെ നമ്മുടെ കഴിവും അള്ളാഹുവിന്റെ കഴിവും വ്യത്യാസപ്പെടുന്നത് അള്ളാഹുവിന്റെ കുദറത്ത്, കഴിവ് അതിന് തുടക്കമില്ലാത്തതാണ്, ഖദീമാണ്. എന്നാൽ നമ്മുടേത് തുടക്കമുള്ളതാണ്. അള്ളാഹു നമുക്ക് നൽകിയതിനു ശേഷം അല്ലെങ്കിൽ നൽകുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ വ്യത്യാസം, നമ്മുടെ കഴിവ് അത് നശിക്കുന്നതാണ്, അള്ളാഹുവിന്റെ കഴിവ് നശിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ കഴിവെന്ന് പറയുന്നത് ഖിയാമും ബിന്നഫ്സ് എന്ന ഗുണം അതിനുണ്ട്, അത് സ്വയം ഉള്ളതാണ്. എന്നാൽ അള്ളാഹുവിന്റെ ദാത്തിനെ പോലെ തന്നെ അവന്റെ ഗുണങ്ങളും സ്വയം ഉള്ളതാണ്. നേരെ മറിച്ച് നമ്മുടെ ഗുണങ്ങൾ സ്വയം ഉള്ളതല്ല, അള്ളാഹു നൽകിയാൽ മാത്രം ലഭിക്കുന്നതാണ്. അതുപോലെ അള്ളാഹുവിന്റെ ഗുണം മുഖാലിഫുൽ ഹവാദിസ്, അത് മറ്റു സൃഷ്ടികളോട് തുല്യമായിരിക്കും, സൃഷ്ടാവിനോട് തുല്യമായതാവുകയില്ല. എന്നാൽ നമ്മുടെ ഗുണങ്ങൾ മറ്റു സൃഷ്ടികളോട് തുല്യമായിരിക്കും, സൃഷ്ടാവിനോട് തുല്യമായ ഒരു ഗുണങ്ങളും നമുക്കുണ്ടാവുകയില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കഴിവ്, അതിന് ഏകത്വം എന്ന ഒന്നുണ്ട്. അതായത് നമ്മുടെ കഴിവുകൾ അവസരത്തിനനുസരിച്ച് അതാത് സമയങ്ങളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കഴിവുകളാണ്. അള്ളാഹുവിന് അങ്ങനെ ഒരു കഴിവ് കിട്ടി അത് നശിച്ചുപോയി പിന്നൊരു കഴിവ് വരുന്നു, അങ്ങനെയില്ല. നമ്മളെ പോലെ ഭക്ഷണവും ആഹാരവും കഴിക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഒരു കഴിവല്ല അള്ളാഹുവിൻ്റെത്. അത് സൃഷ്ടാവിന്റെ കഴിവ് ഏകത്വമുള്ളതാണ്, നമ്മുടേത് ഏകത്വം ഇല്ലാത്തതാണ്. അപ്പോൾ ഈ 5 രീതിയിൽ അള്ളാഹുവിന്റെ ഗുണങ്ങൾ വ്യത്യാസപ്പെടുന്നു. അതേസമയം വഹാബികൾ അള്ളാഹുവിന്റെ കഴിവും സൃഷ്ടികളുടെ കഴിവും വ്യത്യാസപ്പെടുത്തുന്നത് അഭൗതിക കാര്യങ്ങൾ എന്ന അർത്ഥത്തിലാണ്. യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. മോചിതത്ത്, കറാമത്തുകളൊക്കെ അഭൗതികമാണ്. അത് അള്ളാഹു ആർക്കും അഭൗതികമായി നൽകാം. പക്ഷെ ആ നൽകുമ്പോഴും അഭൗതികമാണെങ്കിലും അതിന് തുടക്കമുണ്ടാകും. അത് അള്ളാഹു നൽകിയതാണ്, അത് നശിക്കുന്നതാണ്. അതായത് അള്ളാഹുവിന്റെ ഗുണങ്ങൾക്കുള്ള ഒരു പ്രത്യേകതയും അതിനുണ്ടാവുകയില്ല. അപ്പോൾ അഭൗതികം ഭൗതികം എന്ന വേർതിരിവ് സൃഷ്ടികളുടെയും സൃഷ്ടാവിന്റെയും ഇടയിൽ വെച്ചു കൊടുത്തത് അവസാനം ദജ്ജാലിനെ പിൻപറ്റാൻ അനുയായികൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന് കൈകളും കാലുകളും അവയവങ്ങളും ഒക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആശയം വഹാബി പ്രസ്ഥാനത്തിന്റെ ആളുകൾ പലപ്പോഴും പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ ആശയം വെക്കുമ്പോൾ ദജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം കൈകളും കാലുകളും ഉണ്ടാകും. ആ പേരിൽ കൈകളും കാലുകളും ഉണ്ട് എന്നതിന്റെ പേരിൽ ദജ്ജാല് ദൈവമല്ല, അവനെ അംഗീകരിക്കാതിരിക്കേണ്ടതില്ല എന്നതിനു വേണ്ടിയുള്ള ഒരു ആശയമാണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദജ്ജാലിനെ കാണുമ്പോൾ തന്നെ അവയവങ്ങളുള്ള, കൈകളുള്ള, കാലുകളുള്ള ഈ ഒരു വസ്തു ഒരിക്കലും ദൈവമാകാൻ പറ്റില്ല. കാരണം അള്ളാഹുവിന് അവയവങ്ങളോ കൈകളോ കാലുകളോ ഒന്നുമില്ല. അള്ളാഹു സ്ഥലകാല അതീതനാണ്. അള്ളാഹുവിന് ഒരു സ്ഥലവുമില്ല. സ്ഥലം എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ചില ആളുകൾ പറയും എല്ലാ സ്ഥലത്തും അള്ളാഹു ഉണ്ട് എന്നാണ് സുന്നികളുടെ വിശ്വാസം. അങ്ങനെയല്ല, അള്ളാഹുവിന് സ്ഥലം തന്നെ ഇല്ല എന്നതാണ് സുന്നികളുടെ വിശ്വാസം. കാരണം സ്ഥലങ്ങളെല്ലാം അള്ളാഹു പടച്ചതാണ്. ഈ സ്ഥലം പടക്കുന്നതിന് മുമ്പും അള്ളാഹു ഉണ്ട്. ആ പടക്കുന്നതിന് മുമ്പ് അള്ളാഹു ഉണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് അള്ളാഹു പിന്നീട് പടച്ചതിന് ശേഷവും ഉള്ളത്. പിന്നീട് പടച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, ആകാശത്തേക്കോ ഭൂമിയിലേക്കോ ഇറങ്ങുവെന്ന് ഒരു സ്ഥലം ആവശ്യമാകുന്നവനല്ല, ഒരു മാറ്റം ഉണ്ടാകുന്നവനല്ല അള്ളാഹു എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പൊ ആശയപരമായി തന്നെ ദജ്ജാലിന്റെ അനുയായികളായി മാറാൻ എല്ലാ യോഗ്യതയും ഈ സലഫി വിഭാഗത്തിന് ഉണ്ട് എന്ന് നമുക്ക് ഇതിലൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇതൊക്കെ സത്യമാണ് എന്ന് വിശ്വസിച്ച് മനസ്സിലാക്കി അതിന്റെ പിന്നിൽ കൂടിയ ആളുകൾക്ക് വരും ദിവസങ്ങളിൽ, വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തങ്ങൾ വരാൻ പോകുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്.